ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൻ കുറുമയാണ്. വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം ഉലുവ ഇട്ട് കൊടുത്ത് ഉലുവ പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച ചെറിയുള്ളി, പച്ചമുളക്, മല്ലിയില ചേർത്ത് കൊടുത്ത് നന്നായി വണക്കിയെടുക്കാം. ചെറിയുള്ളി നന്നായി വണങ്ങി വന്നതിന് ശേഷം വലിയുള്ളി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അല്പം പൊടിയുപ്പ് ചേർത്ത് നന്നായി വണക്കിയെടുക്കാം. തക്കാളി ചെറുതായി കട്ട് ചെയ്തത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കാം. അതിലേക്ക് അല്പം ഗരം മസാല, അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി വണക്കി കൊടുക്കുക. മുളക് പൊടി 1.5 ടീസ്പൂൺ, മല്ലിപ്പൊടി 1.5 ടീസ്പൂൺ, ചിക്കൻ മസാല ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. നന്നായി വണങ്ങി വന്ന മസാലയിലേക്ക് കുക്കറിൽ വേവിച്ചെടുത്ത മട്ടൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. രണ്ട് ഉരുളക്കിഴങ്ങാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഉരുളക്കിഴങ്ങ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും തേങ്ങ അരച്ചെടുക്കാം. തേങ്ങയിലേക്ക് അല്പം പെരുംജീരകം ഇട്ട് തേങ്ങ അരച്ചെടുക്കാം. അതിനിടയിൽ സിമ്പിളായിട്ട് ഒരു നെയ്ച്ചോറും ഉണ്ടാക്കിയെടുക്കാം. കുക്കറിലാണ് ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. ആദ്യം തന്നെ ഓയിൽ ഒഴിച്ച് അതിലേക്ക് അല്പം നെയ്യ് ഇട്ട് കൊടുത്ത് പട്ട, ഗ്രാമ്പു, ഏലക്ക അതെല്ലാം ഇട്ട് കൊടുത്ത് അതിലേക്ക് ഒരു വലിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അളന്ന് വെച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം നന്നായി തിളക്കട്ടെ, നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങും മട്ടനും ഒക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് അടച്ചു വയ്ക്കാം. അപ്പോഴേക്കും വെള്ളം ഇവിടെ തിളച്ചു വന്നിട്ടുണ്ട്. അതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അതിലേക്ക് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. വിസിൽ എടുത്തു വെക്കണം. അരി തിളച്ച് വന്നിട്ടുണ്ട്. ഒന്നും കൂടി ഇളക്കി കൊടുത്ത് മൂടി വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ മട്ടൻ കുറുമ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത് അതിലേക്ക് ഒരു ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുത്ത് അടച്ചു വയ്ക്കാം. പെട്ടെന്ന് തന്നെ നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റിയ നെയ്ച്ചോറാണിത്. എൻ്റെ ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക.